സ്വർണ്ണക്കടത്ത് നടന്ന ഓഫീസ് അറിഞ്ഞിട്ടും കേന്ദ്ര ഏജൻസികൾ അവിടെ എന്തുകൊണ്ട് റെയ്ഡ് നടത്തിയിട്ടില്ലെന്ന് വി ഡി സതീശൻ. ബിജെപിയും CPM തമ്മിൽ ബന്ധമുണ്ട്, എന്നിട്ടും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്വർണ്ണക്കടത്ത് ആയുധമാക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ബിജെപിക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ നേടാൻ കഴിയില്ല. പ്രധാനമന്ത്രി എന്തു പ്രസംഗിച്ചാലും പ്രധാനമന്ത്രി വേറെ ഒരുപാട് ഉത്തരം പറയേണ്ടി വരും. ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഏത് ഓഫീസിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതെന്ന് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ അവിടെ അന്വേഷണം നടത്തായിരുന്നത്? എന്തുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ കേന്ദ്ര ഏജൻസികളെല്ലാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എല്ലാ അന്വേഷണവും അവസാനിപ്പിച്ച് കേരളത്തിൽ നിന്ന് പോരാൻ കാര്യം എന്താ? എന്തുകൊണ്ടാണ് CPMുമായി കേരളത്തിലെ CPMും സംഘപരിവാറുമായി സന്ധി ചെയ്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന് ഏത് ഓഫീസിലാണ് കള്ളക്കടത്ത് നടത്തിയതെന്ന് അറിയാം എന്നൊരു പ്രധാനമന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തിന് ആ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? ഒരു ഓഫീസിനെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ബോധ്യമുള്ള ഒരു ഓഫീസിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു? സ്വർണ്ണക്കടത്തിന്റെ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര കാലം ജയിലിൽ കിടന്നുവെന്നും ജനത്തിനറിയാം. സി ദിവാകരൻ ജാതി അധിക്ഷേപം നേരിട്ടു എന്ന് പറഞ്ഞെങ്കിൽ അത് മുഖ്യമന്ത്രിയോടുള്ള വെല്ലുവിളിയാണെന്നും വി മുരളീധരൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. കേരളത്തിൽ സതീശനും സുധാകരനും എത്ര വെള്ളം കോരിയാലും കേരളത്തിൽ പിണറായിയെ തന്നെ ഭരിക്കാനാണ്, അനുവദിക്കാനാണ് രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്നത്. സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിലുള്ള ആ അന്വേഷണം എവിടെയൊക്കെ എത്തിയെന്ന് എല്ലാവർക്കും അറിയാം. പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര മാസം ജയിലിൽ കടന്നു എന്നും നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ CBI അന്വേഷണം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ സതീശനും പിണറായിയും കൂടി ഒരുമിച്ചിരുന്ന് കേന്ദ്ര ഏജൻസികൾ പീഡിപ്പിക്കുന്നു എന്നുള്ള മുദ്രാവാക്യം അവർ തന്നെയാണ് ഒരുമിച്ച് ഉയർത്തുന്നത്. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തെ പരിഹസിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ. മോദിക്ക് തൃശൂർ കാണാൻ കഴിഞ്ഞു, തട്ടുകടക്കാർക്കിടക്കം നല്ല കച്ചവടം നടന്നു, തൃശൂർ കണ്ട് ആരും പനിക്കേണ്ടെന്നും കെ രാജൻ. തൃശ്ശൂരിനോ വേണ്ട, വിശിഷ്യമായി വിളിച്ചുകൂട്ടിയ സ്ത്രീകൾക്കോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്നു. മോദിയുടെ ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ച് പറഞ്ഞതല്ലാതെ 10 വർഷക്കാലമായി നടക്കാതെ പോയ ഗ്യാരണ്ടികളിൽ ഏതെങ്കിലും ഒന്നിനെ ഇപ്പം നടപ്പിലാക്കും എന്ന് പറയാതെ പോയതിലെ പ്രയാസമുണ്ട്. തൃശ്ശൂർ സീറ്റ് ഇനി എത്ര വലിയ, ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ആളും വന്നല്ലോ, പ്രധാനമന്ത്രി വന്നല്ലോ, തൃശ്ശൂരിലെ സീറ്റ് ഇനി ആരും ഈ കട്ടിൽ കണ്ട് പനിക്കണ്ട. ഇടവേളയ്ക്ക് ശേഷം തിരികെ.